സിംഗപ്പൂർ EN നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്, എൻറോൾ നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു പാത്വേക്ക് എലിജിബിലിറ്റി കിട്ടുകയില്ല. സോ ഇങ്ങനെയുള്ള നഴ്സസിന് എന്ത് ഓപ്ഷനാണ് ഓസ്ട്രേലിയയിൽ ഉള്ളതെന്ന് നമുക്ക് നോക്കാമെങ്കിലോ. രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്, പക്ഷേ അവരുടെ ക്വാളിഫിക്കേഷൻ 2017 മുമ്പ് കംപ്ലീറ്റ് ചെയ്തതാണെങ്കിൽ അവർക്ക് എന്താണ് പോസിബിലിറ്റി? ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിംഗപ്പൂരിൽ എൻറോൾ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന നഴ്സിന് എങ്ങനെയാണ് ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ പോസിബിൾ ആവുക, ഈ ഒരു ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ്. ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷനകത്ത് ഒരു പുതിയ പാത്വേ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. സിംഗപ്പൂർ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന നഴ്സസിനും ഈ ഒരു പാത്വേ ആപ്ലിക്കബിൾ ആണ്. ഇതിൽ 2 ക്രൈറ്റീരിയാസ് ആപ്ര പറയുന്നുണ്ട്. 2017 ശേഷമായിരിക്കണം നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ 2017 ശേഷം സിംഗപ്പൂരിൽ 1 ഇയർ RN എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. സോ ഈ 2 ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ എക്സാംസ് ആയ NCLEX RNും OSCEയും ഇല്ലാതെ തന്നെ ലൈസൻസ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഒത്തിരി നഴ്സസ് നമുക്ക് എൻക്വയറി ചെയ്യാറുണ്ട്. സിംഗപ്പൂരിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഡെസിഗ്നേഷൻ വരുന്നത് EN ആയിട്ടാണ്. EN എന്ന് പറയുമ്പോൾ എൻറോൾ നഴ്സ്. എൻറോൾ നഴ്സിൻ്റെ ഡെസിഗ്നേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് RN അല്ല, സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡെസിഗ്നേഷനാണ് വരുന്നത്. എൻറോൾ നഴ്സിൻ്റെ ഡെസിഗ്നേഷൻ എന്ന് പറയുമ്പോൾ അവർ ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് എലിജിബിൾ അല്ല. കാരണം RN എക്സ്പീരിയൻസ് ഉണ്ട്. ഈ 2 റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ന്യൂ പാത്വേക്ക് എലിജിബിലിറ്റി കിട്ടും. പക്ഷേ സിംഗപ്പൂരിൽ EN നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്, എൻറോൾ നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു പാത്വേക്ക് എലിജിബിലിറ്റി കിട്ടുകയില്ല. സോ ഇങ്ങനെയുള്ള നഴ്സസിന് എന്ത് ഓപ്ഷനാണ് ഓസ്ട്രേലിയയിൽ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ എക്സാംസ് അറ്റൻഡ് ചെയ്യണം. സോ എക്സാം ഇല്ലാത്ത പാത്വേയിലാണ് അവർ എലിജിബിൾ അല്ലാതെ ഉള്ളൂ. എക്സാമിനേഷൻ ഉള്ള പാത്വേ, അതായത് OBA പ്രോസസ്സിൽ കാൻഡിഡേറ്റ്സ് എലിജിബിൾ ആണ്. അതിൽ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, EN ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി എന്നുള്ളത് നോക്കുക. ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് 5 ഇയേഴ്സിൽ മിനിമം ഒരു 3 മാസം എക്സ്പീരിയൻസ്, അല്ലാന്നുണ്ടെങ്കിൽ 450 മണിക്കൂർ RN എക്സ്പീരിയൻസ് വേണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. പക്ഷേ സിംഗപ്പൂർ വർക്ക് ചെയ്യുകയാണ്, നിങ്ങൾ EN ആയിട്ടാണ് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് RN എക്സ്പീരിയൻസ് ഇല്ലല്ലോ. എങ്കിലും നിങ്ങളുടെ ലാസ്റ്റ് വർക്കിംഗ് ഇയർ എപ്പോഴാണെന്ന് നോക്കുക. നാട്ടിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് രജിസ്റ്റേർഡ് നഴ്സ് ആയിട്ടായിരിക്കുമല്ലോ വർക്ക് ചെയ്യുന്നത്. സോ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ നാട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തായാലും രജിസ്റ്റേർഡ് നഴ്സിൻ്റെ ഡെസിഗ്നേഷൻ ആയിരിക്കും ഉള്ളത്. RN എക്സ്പീരിയൻസ് ആണ്. ലാസ്റ്റ് 5 വർഷത്തിൽ നിങ്ങൾക്ക് മിനിമം ഒരു 3 മാസമോ 450 മണിക്കൂറോ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ ഡയറക്റ്റ് പ്രോസസ്സായ OBA ചെയ്യാനായിട്ട് നിങ്ങൾ എലിജിബിൾ ആണ്. EN ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എക്സാംസോട് കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാമെന്നുള്ളതാണ്. RN എക്സ്പീരിയൻസ് ലാസ്റ്റ് എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്തതെന്ന് നോക്കുക. ആ ഇയറും നിങ്ങളുടെ എൻട്രി റിക്വയർമെൻറ്റുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. NCLEX Rൻ്റെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് NCLEX Rൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. NCLEX ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ രണ്ടാമത്തെ എക്സാമായ OSCE ഉണ്ട്. അത് പ്രാക്ടിക്കൽ എക്സാമാണ്. ഓസ്ട്രേലിയയിൽ അഡലൈഡിലോ മെൽബണിലോ പോയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട എക്സാമാണ്. ഇതിന് ശേഷമാണ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് വരുന്നത്. സിംഗപ്പൂരിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ എന്തായാലും ഇംഗ്ലീഷ് ടെസ്റ്റ് മാൻഡേറ്ററി ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടി വരും. കാരണം സിംഗപ്പൂർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ല. സോ നിങ്ങൾ ഇംഗ്ലീഷ് ടെസ്റ്റ് ലാസ്റ്റ് സ്റ്റേജിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ലാംഗ്വേജ് ടെസ്റ്റ് എടുക്കുക. IELTS OET PT ഏതാണെന്ന് വെച്ചാൽ റിക്വയർഡ് സ്കോർ മീറ്റ് ചെയ്യുക. എത്രയാണ് സ്കോർ വേണ്ടതെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. സോ ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് എൻറോൾ നഴ്സായിട്ട് സിംഗപ്പൂരിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിൻ്റെ ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി ഇവർക്ക് തന്നെ സിംഗപ്പൂർ EN ആയിട്ട് വർക്ക് ചെയ്യുകയാണ്, അവർക്ക് ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്താണ് ഓപ്ഷൻ? ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് സാധിക്കും. ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുത്താലും നിങ്ങൾക്കത് ഓസ്ട്രേലിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. 2 കൺട്രിയിലെ രജിസ്ട്രേഷനും വാലിഡ് ആയിട്ട് വെക്കാനും സാധിക്കും. അപ്പോൾ സിംഗപ്പൂരിൽ EN ആയിട്ട് വർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ആണ് ചെയ്യാൻ താല്പര്യമെങ്കിൽ ന്യൂസിലാൻഡിലെ എൻട്രി റിക്വയർമെൻറ്റ് ഉണ്ട്, അത് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങൾ തന്നെ നോക്കുക. ന്യൂസിലൻഡ് ലാസ്റ്റ് 10 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നോക്കുന്നത്. ലാസ്റ്റ് 10 വർഷത്തെ എക്സ്പീരിയൻസ് നോക്കുമ്പോൾ മിനിമം 1 ഇയർ രജിസ്റ്റേർഡ് നഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സോ നിങ്ങൾ നാട്ടിൽ നിന്ന് 1 ഇയർ എങ്കിലും
എക്സ്പീരിയൻസ് RN ആയിട്ടുള്ളത് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂസിലൻഡിൻ്റെ എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ IQN തിയറി ആൻഡ് OSCE പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. IQN തിയറി വരുന്നത് നമുക്ക് നാട്ടിൽ തന്നെ കുറേ സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. OSCE എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ചർച്ചിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ഒരു എക്സാമാണ്. സോ അതും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ലൈസൻസ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ന്യൂസിലൻഡ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ സ്കോർ വേണം. ഒരു 4-5 മാസത്തിനിടയ്ക്ക് അറ്റൻഡ് ചെയ്ത് തന്നാലും മതിയാവും. ഓസ്ട്രേലിയയുടെയും ന്യൂസിലൻഡിൻ്റെയും ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ് ഓൾമോസ്റ്റ് സെയിം ആണ്. സോ ആ ഒരു റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കൺട്രിയിൽ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അവിടുത്തെ ലൈസൻസ് എടുക്കാനോ സാധിക്കും. ന്യൂസിലൻഡ് ലൈസൻസ് എടുത്തിട്ട് പിന്നെ അത് ഓസ്ട്രേലിയക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടും പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞത് സിംഗപ്പൂർ EN എക്സ്പീരിയൻസ് ഉള്ളവരുടെ കാര്യമാണ്. ഇനി സിംഗപ്പൂർ തന്നെ RN എക്സ്പീരിയൻസ് ഉള്ള നഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലോ, രജിസ്റ്റേഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. പക്ഷേ അവരുടെ ക്വാളിഫിക്കേഷൻ 2017 മുമ്പ് കംപ്ലീറ്റ് ചെയ്തതാണെങ്കിൽ അവർക്ക് എന്താണ് പോസിബിലിറ്റി? അവർക്കും ഈ പറഞ്ഞതുപോലത്തെ എക്സാംസ് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഓസ്ട്രേലിയയിലാണെങ്കിൽ ഓസ്ട്രേലിയയിലെ ഇൻക്ലെക്സും OSCEയും അറ്റൻഡ് ചെയ്യുക. ലാംഗ്വേജ് ടെസ്റ്റ് മീറ്റ് ചെയ്യണം. ലാംഗ്വേജ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. ന്യൂസിലൻഡ് ആണെങ്കിൽ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുക. ദെൻ ന്യൂസിലൻഡിൻ്റെ IQN തിയറി എക്സാം അറ്റൻഡ് ചെയ്യുക. OSCE പ്രാക്ടിക്കൽ ക്രൈസ്റ്റ് ചർച്ചിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യുക. ഇതാണ് പ്രൊസീജിയർ. സിംഗപ്പൂരിൽ വർക്ക് ചെയ്യുന്ന നഴ്സാണ്, അവർക്ക് ഓസ്ട്രേലിയ ലൈസൻസ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഡെസ്മ ഇൻ്റർനാഷണലെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റായി കോൺടാക്റ്റ് ചെയ്യുകയോ അതല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്യാം. സോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ഡെസ്മ ഇൻ്റർനാഷണൽ ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ ചെയ്യുന്ന കൺസൾട്ടൻസിയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.